കരഞ്ഞിട്ടുണ്ട് ഇഷ്ടംമാതിരി. ഞാൻ 5-ല് 2ാമത്തെ കൊല്ലം തോറ്റ അമ്മരടുത്ത് പോയിട്ട് എങ്ങനെ കരഞ്ഞ് കാണിക്കാന്ന് വെച്ചാൽ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കരഞ്ഞു നോക്കി, ഇത് പറ്റുമോ എന്നൊക്കെ നോക്കി. അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഇഷ്ടംമാതിരി. വർഷം കിട്ടാണ്ടൊക്കെ കരഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. അതാണ്, അതിന് കാര്യമില്ല എന്നതാണ് ഇതാ ഞാൻ പറഞ്ഞത് കുഴപ്പമാണെന്ന്. കാരണം വെച്ചാൽ കാര്യമില്ല എന്നല്ല, അതാണ് നിങ്ങളെ വളർത്തിയത്. നമുക്ക് ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, അത് ഈ പലരും പറയും വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാൾ അനുഭവമുള്ള ആൾക്കാരുണ്ട് പട്ടിണ, പക്ഷേ അവർക്ക് എഴുതാറിയില്ലായിരുന്നു തോന്നുന്നു. അതുപോലെ നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ഇത്തരം ജീവിതം ഇത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സ്കൂളിൽ നേരം വൈകിട്ട് വരും എപ്പോഴും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിടുമ്പോൾ 12:00 വിട്ട് 1:30 വന്ന്, അപ്പം 2 മണിയൊക്കെ ആവും ഞാൻ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ ടീച്ചറുണ്ട്, പ്രഭാവതി ടീച്ചറുണ്ട്. ടീച്ചറാണ് എന്നോട് ചോദിച്ചു, എന്താണ് നേരം വൈകിട്ട് വരണം എപ്പോഴും, ഞാൻ അവിടെ കളിച്ച് നടക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല ഭക്ഷണം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ടീച്ചറെ. അപ്പോൾ അമ്മയ്ക്ക് എന്താ പണി? അമ്മയ്ക്ക് കൂലിപ്പണിയാണ്, അങ്ങനെ ഇതൊക്കെ വെക്കണത്. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം അമ്മ പോയിട്ട് കച്ചവടത്തിന് കാശൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചറെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഭയങ്കര ടീച്ചറിന് എന്തോ തോന്നി. ടീച്ചർ അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ ടീച്ചർ തന്നെ എന്തായാലും എൻ്റെ ഒരു അമ്മരെ പോലെ തന്നെയാണ് ടീച്ചർ. കാരണം എന്താ വെച്ചാൽ ആ ടീച്ചർ തന്നെ 5 കൊല്ലം ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ആ ടീച്ചർ എന്നും വീട്ടിൽ നിന്ന് കാലത്ത് വരുമ്പോൾ ഒരു ചോറും പൊതി എനിക്കും, ടീച്ചർ കഴിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്ന് എനിക്കും കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും ടീച്ചറും അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു 5 അങ്ങനെ അങ്ങോട്ട് ടീച്ചറുടെ കൂടെ അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതെ, വിജയേട്ടൻ ഒരുപാട്, അതായത് പോലീസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് വിജയേട്ടൻ അതിൻ്റെ ആ റിങ്ങിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരുപാട് സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഡ്രഗ്സിൻ്റെ ഇതിനെതിരെയും പിന്നെ ശബരിമലയത്തെ ഇതും ആ ഒരു റിങ് ഏത് ഘട്ടത്തിലാണ് വിജയേട്ടൻ അങ്ങനെ ഒരു അത് വിജയേട്ടൻ്റെ ചെറുപ്പകാലത്തെ അധ്വാനിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നാണോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്? ചിലപ്പോൾ നമുക്കൊരു സോഷ്യൽ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ഒന്നും ഇല്ലാത്ത ഒരു ജനറേഷൻ എന്നൊക്കെ നമ്മൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറയാറുണ്ട്. അതിൽ നിന്നാണ് ഇങ്ങനെ നിങ്ങളുടെ ജോലിക്ക് അപ്പുറം ഒരു സോഷ്യൽ ആയിട്ടുള്ള ചില കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെന്ന് തോന്നിയത്? അല്ല, ഏതൊരാളുടെ പ്രവൃത്തിയും ചിന്തയും എഴുത്താണെങ്കിലും അല്ലെങ്കിൽ തീരുമാനങ്ങളാണെങ്കിലും അത് ഒരു കൂട്ടം കാരണങ്ങൾ കൂടിയിട്ട് ചേർന്നിട്ടായിരിക്കും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഈ പഠനം നിർത്തി പല ജോലികൾക്കായി പോയ സമയത്ത് ഒരു പക്ഷേ വേണമെങ്കിൽ വഴിതെറ്റിപ്പോകാൻ, കാരണം ഈ പഠനം പാതി വഴിയിൽ നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മോസ്റ്റ് വൾണറബിൾ ആയിരിക്കുന്ന ഒരു കാര്യം. തോൽവി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലില്ലല്ലോ. അപ്പോൾ അത് ഗുണമാണെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ജയിക്കുന്ന ഒരു ലോകം, എല്ലാ ഓട്ടത്തിൽ എല്ലാവരും ജയിക്കുമോ? ഞങ്ങളെന്തായാലും തോൽപ്പിച്ചില്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങളിപ്പം നിങ്ങളാരും ഇവിടെ ഒന്നും ഇരിക്കലുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അതേ കാരണം ഒരുപക്ഷെ വിജയൻ്റെ ആ ടീച്ചറൊക്കെ സ്നേഹപൂർവ്വം കാണിച്ച് ഓരോരുത്തരിലും ഒരു പിന്നെ പണ്ട് നമ്മൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു മീനിനെ തെങ്ങ് കയറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ മീൻ ഒരു വലിയ പരാജയമായിരിക്കും, പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതൊരു വിജയമായിരിക്കും. ആ വെള്ളത്തിൽ ഓടി നടന്ന ഒരാളാണ് വിജയൻ ഫുട്ബോളായിട്ട്. അതുകൊണ്ടാണ് വിജയനെ നമ്മളിപ്പോഴും ആദരിക്കുന്നത്. ഒരു പക്ഷേ വിജയന് പകരം വെക്കാവുന്ന ഒരു വിജയനെ നമുക്ക് ഇതുവരെ സൃഷ്ടിക്കാനും പറ്റിയിട്ടില്ല.